ഹമാസിന് കർശന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹമാസിനെ നിരായുധീകരിക്കുമെന്ന് ഉറപ്പ് പാലിച്ചില്ല എങ്കിൽ സമാധാനത്തിന്റെ രീതി വെടിയുമെന്നാണ് ട്രംപ് അന്ത്യശാസനം നൽകിയത്. മരിച്ച ബന്ദികളുടെ മൃതദേഹങ്ങളുടെ കൈമാറ്റം 3 ദിവസത്തിനകം നടപ്പാക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം 4 മരിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്ക് കൈമാറി. We have told them we want to disarm, and they will disarm. And if they don't disarm, we will disarm them. And it'll happen quickly and perhaps violently. But they will disarm. Do you understand me? Yes. Because everyone says, oh, well, they won't disarm. They will disarm. And I spoke to Hamas, and I said, you're going to disarm, right? Yes, sir, we're going to disarm. That's what they told me. They will disarm or we will disarm them. Got it? വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസാണ് നമുക്കൊപ്പം ചേരുന്നത്. ഐസൻ, ഹമാസിന് ട്രംപ് കർശന താക്കീതാണ് നൽകിയിരിക്കുന്നത്. കൃത്യമായ കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ സമാധാനം വെടിയുമെന്ന മുന്നറിയിപ്പ് എങ്ങനെ നോക്കിക്കാണാം ഐസൻ? തീർച്ചയായും രാഖി, സമാധാനം വെടിയുമെന്ന കൃത്യമായൊരു മുന്നറിയിപ്പ് അത് നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്. ജനുവരിയിൽ ട്രംപിൻ്റെ അധികാരമേറ്റ കാലഘട്ടം മുതൽ പരിശോധിച്ചാൽ ഈ ഹമാസിനെ നിരായുധീകരിക്കുക എന്നത് കൃത്യമായൊരു അജണ്ടയായി തന്നെ ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. ഈ മുന്നോട്ട് വെച്ച അജണ്ട കൃത്യമായി നടപ്പാക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം അറിയിക്കുന്നത്. ഇന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ഈ ചോദ്യത്തിന് കൃത്യമായൊരു മറുപടിയും അക്കാര്യത്തിൽ നൽകിയിരിക്കുന്നു. നിരായുധീകരിക്കാൻ, അതായത് അവരുടെ സൈനിക സംവിധാനത്തെ നിരായുധീകരിക്കാൻ തയ്യാറാണ് എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ആ നിരായുധീകരണത്തിനുള്ള സമ്മർദ്ദം തുടരുകയും ചെയ്യും. അത് രാഷ്ട്രീയമായ സമ്മർദ്ദവും അതുപോലെ സൈനികേതര സമ്മർദ്ദമെല്ലാം തുടരുകയും ചെയ്യുമെന്ന നിലപാട് നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഈജിപ്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഖത്തർ ഇക്കാര്യത്തിൽ പ്രത്യേക നിലപാടുകൾ സ്വീകരിച്ച് അല്ലെങ്കിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കി ഹമാസുമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഉടൻ തന്നെ നിരായുധീകരണം സാധ്യമാക്കണമെന്ന ഒരു മുന്നറിയിപ്പിൻ്റെ സ്വഭാവമുള്ള ഒരു നിലപാട് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ സൂക്ഷ്മമായി അളന്നു മുറിച്ചാണ് അദ്ദേഹം ഓരോ വാക്കുകളും പറഞ്ഞിരിക്കുന്നത്. അതായത് ഹമാസിനെ നിരായുധീകരിക്കുക തന്നെ ചെയ്യും. അത് അവർ സ്വയം ചെയ്തില്ലെങ്കിൽ അത് മറ്റു രീതിയിൽ നടപ്പാക്കേണ്ടി വരും. അത് സൈനിക നടപടിയെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. മാത്രമല്ല കുറേ കൂടി കടുത്ത വാക്കുകളിലേക്ക് തന്നെ അദ്ദേഹം പോകുന്നുണ്ട്. ഒരു പക്ഷേ അതൊരു ആക്രമണ സ്വഭാവമുള്ള രീതിയിലേക്ക് തിരിയാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്തു തന്നെയായാലും ഹമാസിനെ നിരായുധീകരിക്കും എന്ന ഉറച്ച നിലപാട് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഇത് വളരെ രാഷ്ട്രീയ പ്രസക്തവും അന്താരാഷ്ട്ര പ്രസക്തവുമായ ഒരു നിലപാടാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാവുന്നതാണ് ഖത്തറിലുണ്ടായ ഒരു ആക്രമണം, അതായത് ഇസ്രായേൽ ഖത്തറിലുണ്ടായിരുന്ന ഹമാസ് ഭീകരരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കടുത്ത നടപടികൾ സ്വീകരിക്കുകയും 6ഓളം ഹമാസ് ഭീകരരെ ഖത്തറിൽ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഖത്തറിനെ ആക്രമിക്കരുത് എന്ന കൃത്യമായൊരു നിലപാട് ട്രംപ് എടുക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ അതിൻ്റെ ഭാഗമായി ചില കരാറുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി പരിശോധിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു അന്താരാഷ്ട്ര പ്രസക്തി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹമാസിൻ്റെ നിയന്ത്രണത്തിലുള്ള ഗാസയിലല്ലാതെ മറ്റിടങ്ങളിൽ സൈനിക സംവിധാനങ്ങൾ അല്ലെങ്കിൽ തീവ്രവാദികൾ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെപ്പോലും കൈകാര്യം ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന കൃത്യമായ നിലപാട് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ പ്രതീക്ഷാനിർഭരമായ രീതിയിൽ അവർ സ്വമേധയാ നിരായുധീകരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് ട്രംപ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും അതിൽ ഹമാസിനെ നിരായുധീകരിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൽ നിന്നും വ്യക്തമാവുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാന വിഷയം അദ്ദേഹം എടുത്തു പറഞ്ഞത് ബന്ദികളുടെ, അതായത് 20 ബന്ദികൾ ജീവനോടെയും 28ഓളം ബന്ദികളുടെ മൃതദേഹങ്ങളും വിട്ടുകൊടുക്കണമെന്നായിരുന്നു കരാർ. എന്നാൽ 28ഓളം ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നതിൽ ചില വീഴ്ചകൾ അല്ലെങ്കിൽ അത് കാര്യക്ഷമമായി നടന്നിട്ടില്ല. പക്ഷേ ഈ അന്ത്യശാസനവും അതുപോലെ തന്നെ ബന്ദികളുടെ മോചനം, ഈ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കണമെന്ന കർശനമായ നിലപാടെല്ലാം തന്നെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതോടുകൂടി അല്പസമയം മുമ്പ് 4 മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെയും ചില മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തതായുള്ള സൂചനകളെല്ലാം പുറത്തു വന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ആ പ്രശ്നത്തിനും പരിഹാരമുണ്ടാകാനുള്ളൊരു സാധ്യതയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തു തന്നെയായാലും ഹമാസിനെ ഗാസയിലോ അതുപോലെ തന്നെ ഗാസയ്ക്ക് പുറത്ത് ഏതെങ്കിലും രാജ്യത്ത് ഹമാസിന് പിന്തുണ ലഭിക്കുന്നുണ്ടെങ്കിൽ അവിടെയോ സായുധമായി സജ്ജരാകാനുള്ള യാതൊരു സാധ്യതയും ഉണ്ടാകില്ല. നിരായുധീകരിക്കുക തന്നെ ചെയ്യും. ഹമാസ് എന്ന ഭീകര സംഘടനയെ ഇല്ലായ്മ ചെയ്യുമെന്ന നേരത്തെ നൽകിയ ഉറപ്പ് അതുപോലെ പാലിക്കുകയാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഹമാസിന് കടുത്ത മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് കൃത്യമായി പാലിച്ചിട്ടില്ല എങ്കിൽ സമാധാനം വെടിയുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയത്. ഐസൻ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.